കേരള സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങൾ. നിലപാട് കടുപ്പിച്ച സിൻഡിക്കേറ്റ്. രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ ഉത്തരവിറക്കി. ഇന്ന് തന്നെ ചുമതലയെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. 4:30 രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തു. 24 ബ്രേക്കിംഗ്. സലിം മാലിക് തിരുവനന്തപുരത്തുനിന്ന് ചേരുകയാണ്. സലിം, വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് ബിസിക്ക് തുടരുന്നതിനിടെയാണ് സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഇതിന് നിയമസാധുതയില്ല എന്നാണ് ബിസി പറയുന്നത്. എന്താണ് ഇന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, ഇന്ന് ഈ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം തന്നെ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. 4:30 അത് ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. എന്നിട്ട് പോലും ഇന്ന് 4:30 തന്നെ വീണ്ടും യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുക്കണം എന്നായിരുന്നു സസ്പെൻഷനിലുണ്ടായിരുന്ന KS അനിൽകുമാറിനോട് സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായി ഇന്ന് 4:30 മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ അദ്ദേഹം വന്ന് വീണ്ടും ചുമതലയിൽ പ്രവേശിക്കുകയായിരുന്നു. അതോടുകൂടി ആ സസ്പെൻഷൻ നിലവിൽ നീങ്ങി എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിൽ കോടതി നാളെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. നിലവിൽ നിയമപരമായി സാധുതയുള്ള തീരുമാനമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കാരണം സിൻഡിക്കേറ്റാണ് ആ വിഷയത്തിലെ അപ്പലറ്റ് അതോറിറ്റി. അവർക്ക് തീരുമാനം സ്വന്തം നിലയിൽ തന്നെ എടുക്കാനും കഴിയും. ആ നിലയിലാണ് സിൻഡിക്കേറ്റ് ഇന്ന് ആ തീരുമാനമെടുത്തത്. പക്ഷേ സിൻഡിക്കേറ്റിൽ VCയുടെ വിയോജിപ്പോടുകൂടിയാണ് ആ തീരുമാനമെടുത്തത്. മാത്രമല്ല, സിൻഡിക്കേറ്റ് ആ തീരുമാനമെടുക്കുമ്പോൾ അധ്യക്ഷയായിരുന്ന VC ആ സമയത്ത് യോഗം പിരിച്ചുവിട്ടു എന്നാണ് VC പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ യോഗം പിരിച്ചുവിട്ടതായി കുറിപ്പ് എഴുതിയിട്ടില്ല. അത് മിനിറ്റ്സ് പരിശോധിക്കാം എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അതിനുശേഷം VC സിസ തോമസ് അവിടെ നിന്നും പോയതിനു ശേഷം പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റിലെ ഏറ്റവും മുതിർന്ന അംഗമായ രാധാമണിയെ ചെയറിൽ അധ്യക്ഷയാക്കിയതിനു ശേഷമാണ് ബാക്കി നടപടികൾ പൂർത്തീകരിച്ചത്. ആ നടപടി ആ നിലയിൽ പൂർത്തീകരിച്ചതിന് പിന്നിൽ തന്നെ ഇതിന് നിയമസാധുത കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും സിസ തോമസിന്റെ വലിയ വിയോജിപ്പ്, ഒപ്പം BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വലിയ വിയോജിപ്പ് എന്നിവ കണക്കിലെടുക്കാതെയാണ് സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നാളെ കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിലപാട് എന്ത്, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സത്യവാങ്മൂലത്തിൽ എന്ത് കൊടുക്കണം എന്നത് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി ചേർന്നത്. ആ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഈ സസ്പെൻഷൻ നടപടി, ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി ഉണ്ട് എന്ന് സിൻഡിക്കേറ്റിന് മുൻപിൽ VC റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ആ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസ് സംഘവും ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് സിസ തോമസ് തയ്യാറായില്ല. അത് ഇന്നത്തെ ദിവസത്തെ അജണ്ടയിലില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി, മുദ്രാവാക്യം വിളികളും വാക്കേറ്റവും ഉണ്ടായി. പിന്നാലെ ഈ സിസ തോമസ് ഈ യോഗം പിരിച്ചുവിട്ട് പോകുന്നതായി അറിയിക്കുന്നതിനിടെയാണ് സിൻഡിക്കേറ്റിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. അതിന് പിന്നാലെ സിൻഡിക്കേറ്റ് ചേർന്ന് ഇത്തരത്തിൽ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് സിസ തോമസും BJP അംഗങ്ങളും സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയതും. പ്രവിത, ശരി. സലിം മാലിക്കാണ് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.